ഹലോ, സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ച് എങ്ങനെ അടിപൊളി പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്പൂൺ വെച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ 4ആയിട്ട് മുറിക്കുന്നുണ്ട്. ഇതേപോലെ മുറിക്കണം. അതിനകത്ത് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ മടക്കി കൊടുത്ത് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഒരു പൂവിൻ്റെ ഇതള പോലെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് വേണം ഇതേപോലെ ആക്കാനായിട്ട്. ഇപ്പോൾ ഇതേപോലെ കിട്ടും. അതൊരു നൂല് വെച്ച് കെട്ടി കൊടുക്കണം. ഇതാണ് നമ്മുടെ പൂവിൻ്റെ ഇതള്. ഞാൻ ഇതേപോലെ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ക്രേപ്പ് പേപ്പറാണ്. അതിൽ ഇതേപോലെ ഒരു കഷ്ണം മുറിച്ചെടുക്കണം. എന്നിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് പിരിച്ച് കൊടുക്കണം. ഇതാണ് പൂവിൻ്റെ നടുക്കായിട്ട് നമ്മൾ വയ്ക്കുന്നത്. വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇതേപോലെ വെട്ടിയെടുത്തിട്ട് ചുരുട്ടി തന്നെ എടുക്കാം. എന്നിട്ട് കളർ അടിച്ചാലും മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അവിടെ ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഈ കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഇത് ചുരുട്ടിയെടുക്കണം. ഇനി ഓരോ ഇതളും ഇതേപോലെ വെച്ചെടുത്തിട്ട് നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കണം. ഞാനിവിടെ 3 ഇതളുകളാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ഇതളും വെച്ച് കൊടുക്കാം. എളുപ്പമാണ് ഈ പൂവ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനിതും വിടർത്തി കൊടുക്കണം ഇതേപോലെ. ഇനി ഇതൊരു ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. അതിനു മുമ്പ് ഞാൻ ഫെവിക്കോൾ കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഇത്രയും പൂക്കൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കണം. അതിലേക്ക് ഫ്ലോറൽ കമ്പി ഇതേപോലെ വളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ചുരുട്ടിയിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിനൊന്ന് പൊതിഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇതൊരു നൂല് വെച്ച് നല്ലപോലെ കെട്ടി കൊടുക്കണം. അതിനുശേഷം ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. ഞാനിവിടെ 3 മുട്ടകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കമ്പി എടുത്തിട്ടുണ്ട്, അലൂമിനിയം കമ്പി. അതിനകത്തേക്ക് ഓരോന്നും ഇതേപോലെ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കണം. ആദ്യം മുട്ടുകൾ വെച്ച് കൊടുക്കണം. അതിനുശേഷം പൂക്കൾ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.